ഭാരതത്തെ ഏറ്റവും കൂടുതൽ ഭരിച്ച പ്രധാനമന്ത്രി എന്ന നിലയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനെ ഭേദിക്കാൻ തയ്യാറെടുക്കുകയാണ് നരേന്ദ്രമോദി. 2026 ജൂൺ 10 ഒരു ദിവസം മിച്ചം കടക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട് സേവനമനുഷ്ഠിച്ച പ്രധാനമന്ത്രി എന്ന നെഹ്റുവിൻ്റെ റെക്കോർഡ് നരേന്ദ്രമോദി ഭേദിക്കുകയാണ്. അതുമാത്രമല്ല, ഭരണരംഗത്ത് 3 വിദേശ പാർലമെൻറ്റുകളെ അഭിസംബോധന ചെയ്തുവന്ന നെഹ്റുവിൻ്റെ റെക്കോർഡുകളും ഇതിനകം തന്നെ മോദി തകർത്ത് കളഞ്ഞു. ഏതൊരു ഇന്ത്യൻ ഭരണത്തലവനേക്കാൾ ഉയർന്ന നേട്ടങ്ങളാണ് നരേന്ദ്രമോദിജി കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. 2023 US കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ 2 തവണ അഭിസംബോധന ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം ഈ ബഹുമതി ഒന്നിലധികം തവണ ലഭിക്കുന്ന രണ്ടാമത്തെ അന്താരാഷ്ട്ര നേതാവ് കൂടി ഓർക്കണം നമ്മുടെ നരേന്ദ്രമോദിജി. 2014 2026 ഇടയിൽ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി 19 വിദേശ പാർലമെൻറ്റുകളെയാണ് അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. 49 നെഹ്റു US ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇന്ത്യ US ബന്ധം അതിൻ്റെ പ്രാരംഭഘട്ടത്തിലായിരുന്നു. അന്ന് ഹൗസ് ചേംബറിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതിനാൽ വേസ് ആൻഡ് മീൻസ് കമ്മിറ്റി റൂമിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ അദ്ദേഹം ഏതാണ്ട് 15 മിനിറ്റോളമാണ് പ്രസംഗിച്ചത്. അമേരിക്കയുടെ മനസ്സും ഹൃദയവും കണ്ടെത്താനുള്ള ഒരു യാത്രയിലാണ് താൻ വന്നിരിക്കുന്നതെന്നും അതിൻ്റെ മുന്നിൽ ഇന്ത്യയുടെ മനസ്സും ഹൃദയവും സമർപ്പിക്കുകയാണെന്നും അന്ന് പ്രധാനമന്ത്രി മോദി വ്യക്തമാക്കിയിരുന്നു. മോദി വിദേശ പാർലമെൻറ്റുകളിൽ നടത്തിയ പ്രസംഗങ്ങൾ ഇന്ത്യയുടെ ആഗോള കുതിപ്പിൻ്റെ മറ്റൊരു ഘട്ടത്തെയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നെഹ്റു നടത്തിയ പ്രസംഗത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഡിപ്ലോമാറ്റിക് സാഹചര്യത്തിലായിരുന്നു 2016 നരേന്ദ്രമോദിജിയുടെ US പ്രസംഗം. അപ്പോഴേക്കും പ്രസിഡന്റ് ബരാക് ഒബാമയുടെ കീഴിൽ ഇന്ത്യ US ബന്ധം ശക്തമായൊരു തന്ത്രപ്രധാന സഹകരണ ഘട്ടത്തിലേക്ക് കടന്നിരുന്നു. ഒബാമ തൻ്റെ ഭരണകാലത്ത് 2 തവണ ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റായി മാറിയെന്നത് മറ്റൊരു നേട്ടം. ഉഭയകക്ഷി വ്യാപാരം 2009 $60 ബില്യൺ നിന്ന് 2015 $107 ബില്യൺ ഉയരുകയും ചെയ്തു. US നിന്നുള്ള ഇന്ത്യയുടെ പ്രതിരോധ വാങ്ങലുകൾ $14 ബില്യൺ എത്തിയത് ചരിത്രപരമായ ഒരു കുതിപ്പ്. US ഇന്ത്യൻ FDI ആകട്ടെ 3 ഇരട്ടിയായി വർദ്ധിച്ചു. അയൽ രാജ്യങ്ങൾ, പ്രമുഖ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങൾ, ആഫ്രിക്ക, കരീബിയൻ, ഇന്ത്യ പസഫിക്, പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലെ നിയമസഭകളിലേക്ക് ഇന്ത്യയുടെ സന്ദേശം എത്തിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിന് സാധിച്ചിട്ടുണ്ട്. അധികാരത്തിലേറ്റ ഉടൻ 2014 ആദ്യ വർഷം ഭൂട്ടാൻ, നേപ്പാൾ, ഓസ്ട്രിയ, ഫിജി എന്നീ രാജ്യങ്ങളെ, അവിടുത്തെ പാർലമെൻറ്റുകളെ മോദി അഭിസംബോധന ചെയ്തിരുന്നു. 2015 മൗറീഷ്യസ് നാഷണൽ അസംബ്ലി, ശ്രീലങ്കൻ പാർലമെൻറ്റ്, മംഗോളിയൻ പാർലമെൻറ്റ്, UK പാർലമെൻറ്റ്, അഫ്ഗാനിസ്ഥാൻ പാർലമെൻറ്റ് എന്നിവയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. 2016 2023 അദ്ദേഹം US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിയാണ് സംസാരിച്ചത്. 2018 ഉഗാണ്ട, 19 മാലദ്വീപ്, 2024 ഗയാന, 25 ഘാന, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, പിന്നെ നമീബിയ, എത്യോപ്യ, ഒടുവിൽ 2026 ഇസ്രായേലിൻ്റെ പാർലമെൻറ്റായ നെസറ്റിലും മോദി വലതുകാൽ വെച്ച് കയറി. നെസറ്റിൽ നടത്തിയ ഏറ്റവും പുതിയ പ്രസംഗത്തിൽ ഇസ്രായേൽ പാർലമെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന ബഹുമതി നൽകിയാണ് അവർ മോദിജിയെ ആദരിച്ചത്. അങ്ങനെ ജൂൺ 10 ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന, ആ കസേരയിലിരുന്ന വ്യക്തിയായി നമ്മുടെ നരേന്ദ്ര ദാമോദർദാസ് മോദിജി മാറുകയാണ്. ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയ നേതാവും കൊതിക്കുന്ന ഒരു പദവി, ഒരു നേട്ടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് മാത്രമാണ് ഗുജറാത്തിനെ പോലെ തന്നെ ഇന്ത്യക്കും ലോകത്തിൻ്റെ പല കോണുകളിലേക്കും എത്തിപ്പെടാനുള്ള പാത വെട്ടിയൊരുക്കി നൽകിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ 3ാം ടൈമിൽ 2014 അതിനുശേഷം ഇപ്പോൾ 3ാം ടൈമിൽ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഇതാ 2 വർഷം പൂർത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മറ്റൊരു ബഹുമതി കൂടി വന്നിരിക്കുകയാണ്. ഭാരതം കണ്ട ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തി, ആ മഹത് വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ നരേന്ദ്രമോദി തന്നെയാണ്.